ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ പ്രത്യേക റിപ്പോർട്ട് കൊടുക്കും. 15 ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നീക്കം. 50 പേരിൽ നിന്നും ശേഖരിച്ച മൊഴി ഉൾപ്പെടുത്തിയായിരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനിടയിൽ ഹേമ കമ്മിറ്റിയിൽ പോയി മൊഴി കൊടുത്ത പല ആളുകളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന രീതിയിലൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ മൊഴി കൊടുത്ത പല ആളുകളും പിൻവാങ്ങുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചോ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ ഹൈക്കോടതിയെ ധരിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. 15 ദിവസത്തിനുള്ളിൽ ഈ പ്രത്യേക റിപ്പോർട്ട് അന്വേഷണ സംഘം ഹൈക്കോടതിയെ കൈമാറും. എന്തായാലും ഈ റിപ്പോർട്ടിൽ ഈ ഹേമ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നേരിട്ട് അന്വേഷണ സംഘം ഇതിൽ മൊഴി നൽകിയ ആളുകളുടെ മൊഴി പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു. 50 പേരുടെ മൊഴിയെടുക്കലാണ് അന്വേഷണ സംഘം നടത്തി വരുന്നത്. ഈ മൊഴിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ ഇനി കുറച്ചധികം പേരുടെ മൊഴി കൂടി രേഖപ്പെടുത്താനുണ്ട്. ഈ മൊഴി വിവരങ്ങൾ കൂടി 15 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് നിലവിലെ തീരുമാനം. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഗുരുതര ലൈംഗിക ആരോപണങ്ങളിൽ ഈ പ്രത്യേകം എടുത്ത മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. കാരണം പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചേർക്കാനുള്ള ചില മൊഴികൾ ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ മൊഴിയെടുത്ത പല ആളുകളും ഇല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ വീണ്ടും മൊഴി നൽകിയ പല ആളുകളും തുടർന്ന് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നൊരു നിലപാട് സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ നിലപാട് അറിയിക്കും. തുടർ നടപടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതിയെ കൃത്യമായി ബോധിപ്പിക്കും. എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ മൊഴിയെടുപ്പ് തുടരുകയാണ് സ്കെൻ. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരെങ്കിലും നിയമ നടപടികളുമായി പോകാൻ താല്പര്യമുണ്ട് എന്നറിയിക്കുകയാണെങ്കിൽ നിലവിലെ കഥ മാറും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട് സർക്കാരിന് പോലീസിന് കേസെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. എന്തായാലും അതിന് ഈ മൊഴിയെടുപ്പ് പൂർത്തിയാകണം. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് നിലവിൽ മൊഴിയെടുപ്പ് നടക്കുന്നത്. ഇവർ നേരിട്ടും ഓൺലൈനായും മൊഴിയെടുപ്പ് ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നാണ് വിവരം. എത്ര പേരുടെ മൊഴിയെടുത്തു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള അന്വേഷണ സംഘം ഈ ഹൈക്കോടതി നിർദ്ദേശം കൂടിയുള്ള സാഹചര്യത്തിൽ വളരെ രഹസ്യമായി സ്വകാര്യത മാനിച്ചുകൊണ്ട് ഉള്ള ഒരു മൊഴിയെടുപ്പാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിൽ നിന്നും വിവരങ്ങൾ പുറത്തു വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ മൊഴി നൽകിയ ആളുകളുടെ മൊഴി അന്വേഷണ സംഘം പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പ്രാഥമികമായി ലഭിച്ച ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടത്. അതായത് നിയമ നടപടികളുമായി പലർക്കും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. പക്ഷേ നിലപാടിൽ അന്ന് പറഞ്ഞ മൊഴികളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്തായാലും അന്വേഷണ സംഘം ഇനി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകട്ടെ. ഈ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള കേസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും തങ്ങൾ സ്വീകരിച്ച കാര്യങ്ങളെല്ലാം ഇവർ ഉൾപ്പെടുത്തും. ഒപ്പം തന്നെ ഈ പ്രത്യേകമായി 50 പേരിൽ നിന്ന് ശേഖരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങളും ഒപ്പം ഇതിൻ്റെ തുടർ നിയമ നടപടികൾ കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം നിലപാട് വ്യക്തമാക്കും. താങ്ക് യു എ വി ജയശങ്കർ.